അവള് തനിയെ കാർ എടുത്തോണ്ട് പോയോ? അതെന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? നീ ഡ്രോപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇവിടെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളെ കൂട്ടിക്കൊണ്ട് പോയാ പോരായിരുന്നോ? ഡ്രൈവർ എന്തോ ഒരു അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ഋതു അത് കേട്ട ഭാവം കാണിച്ചില്ല. പ്രതാപ, നീ എന്താ ഇത് കേട്ടിട്ടൊന്നും മിണ്ടാത്തെ? അവളോട് തനിയെ കാർ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ വാക്ക് ധിക്കരിച്ച് അവള് കാർ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അവൾ ഇവിടെ വരുമ്പോ ഞാൻ കൊടുത്തോളാം. അല്ല, ഞാൻ അതല്ല ചിന്തിച്ചത്. സ്വയം ഡ്രൈവ് ചെയ്ത് പരിചയമുള്ള കുട്ടിയല്ല ഋതു. പരിചയക്കുറവ് കാരണം അവക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? അവൾ ആരെങ്കിലും ഇടിച്ചിട്ടാലോ? അവൾ ഒരു അപകടം ഉണ്ടാക്കിയ സാധാരണ ആരെങ്കിലും അപകടം ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല. അതെ, മന്ത്രിയുടെ മോള് അപകടം വരുത്തി വെച്ചു എന്നാവും മീഡിയയിൽ വാർത്ത നിറയുന്നത്. പ്രതാപ, നീ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതാകെ പ്രശ്നമാവില്ലേ? ദീപക്, അമ്മാവ, നീ ഇപ്പൊ തന്നെ ഒരു കാർ എടുത്ത് അവളുടെ പിന്നാലെ പോകണം. അവളെ എവിടെ വെച്ച് കാണുന്നു അവിടെ തടഞ്ഞു നിർത്തി അവളെ ഇവിടെ തിരികെ കൊണ്ടുവരണം. ഇനി എന്നെ കണ്ടിട്ട് അവൾ ട്യൂഷന് പോയാ മതി. ആ, ഞാൻ ഇപ്പൊ തന്നെ പോവാം അമ്മാവ. അമ്മേ, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. വേഗം ചെല്ലും. ശരി. മാഡം, മാഡം ഇത് എവിടെയാ? മാഡം എന്താ വരാൻ ഇത്രയും താമസിക്കുന്നത്? രാജു എന്നോടൊന്നും മിണ്ടണ്ട. രാജു എന്നെ ശ്രീയുടെ പെണ്ണുകാണൽ ചടങ്ങിന് ക്ഷണിച്ചോ? അയ്യോ, മാഡത്തിന് എങ്ങനെയാ ഞാൻ? മാഡത്തിന് അറിയാലോ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ. ഇത് തന്നെ അമ്മാവന്റെ മകനായതുകൊണ്ടും സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടുവാ ഇത്രയും പെട്ടെന്ന് തന്നെ പെണ്ണ് കാണൽ വരെ എത്തിയത്. പിന്നെ രമ്യയുടെ അമ്മയാണെങ്കിൽ ഒരു വലിയ തുകയും സ്വർണവും സ്ത്രീധനായിട്ട് കൊടുക്കാന്ന് വാക്കും കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാൻ ഞാൻ. അയ്യോ, സോറി രാജു. അല്ല, രാജു എന്തിനാ വിഷമിക്കുന്നെ? രാജുന്റെ കൂടെ എന്റെ അച്ഛനില്ലേ? രാജു ധൈര്യമായിട്ടിരിക്കെ. ശരി മാഡം. ആ, അല്ല, മാഡം ഇപ്പൊ എവിടെ എത്തി? ഞാൻ ഈ ഗാന്ധി ജംഗ്ഷൻ കഴിഞ്ഞു. ആ, എങ്ങനെയാ മാഡം വരുന്നത്? കാറില്. കാറിലോ? ഡ്രൈവറുണ്ടോ? ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. മാഡം എന്ത് പണിയായി കാണിക്കുന്നത്? വർമ്മ സാർ എങ്ങനെ അറിഞ്ഞാല്? മാഡം കോൾ കിട്ടിയേ. ഡ്രൈവ് ചെയ്തോണ്ട് ഫോണിൽ സംസാരിക്കണ്ട. പിന്നെ അധികം സ്പീഡൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം രാജു. നിന്നോടാരാ ഇവിടുന്ന് കാർ എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്? സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഇതിപ്പോ വലിയൊരു പ്രശ്നമാവുന്ന എനിക്ക് തോന്നുന്നേ. ആക്സിഡന്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അപകട സ്ഥലത്ത് നിന്നും നീ ഇവിടെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നേ? അതെ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലേ? ഇല്ല. അതെന്താ അറിയിക്കാതെ? അല്ല, അറിയിച്ച പോലീസുകാര് ഋതുവിനെതിരെ കേസെടുക്കൂലേ? നമ്മുടെ ഋതു പ്രതിയാവില്ലേ? ഇവള് പ്രതിയാകണം. ഇവൾക്കെതിരെ കേസെടുക്കണം. അപകടം ഉണ്ടാക്കിയ ആൾക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. ഞാൻ ശ്രദ്ധിച്ച കാർ ഓടിച്ചത്. ഞാനായിട്ടല്ല അപകടം ഉണ്ടാക്കിയത്. അയാള് എന്റെ കാറിന്റെ മുന്നിൽ വന്ന് വീഴായിരുന്നു.
അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോലീസിൽ അറിയിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അപകടം ഉണ്ടായാൽ, അതും ഇത്രയ്ക്ക് ഗുരുതരമായ ഒരു അപകടം ഉണ്ടായാൽ അത് പോലീസിനെ അറിയിച്ചിരിക്കണം. അതാണ് നിയമം. അത് എല്ലാവർക്കും ബാധകമാണ്. പോലീസിനെ ഞാൻ വിളിക്കാം. അയ്യോ പ്രതാപേട്ട, അത് വേണോ? ഋതുവിന് ഒരു അബദ്ധം സംഭവിച്ചതല്ലേ? പോലീസിൽ അറിയിക്കാതെ ആ അപകടം പറ്റിയ ആൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് ഇതങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യണം അല്ലേ? അത് പോരെ ഏട്ടാ. പോരാ. നിയമത്തിന് മറികടക്കാനോ? അതിന് പ്രതാപവർമ്മയെ കിട്ടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാ മതി. പ്രതാപ, നിന്റെ പദവി, നിന്റെ മകളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അത് നിനക്കൊരു അഭിമാനക്ഷതം ആവില്ലേ? അതാണ് അഭിമാനം. പ്രതാപവർമ്മ മകൾക്ക് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യില്ലെന്ന് എല്ലാവരും എന്നെ വാഴ്ത്തും. അതാണ് എനിക്ക് വേണ്ടത്. അച്ഛൻ പോലീസിനെ വിളിച്ചോളും. കീഴടങ്ങാൻ ഞാൻ തയ്യാറാ.